ഹായ്, ഐ എം റസീം അഹമ്മദ്. IIT മദ്രാസിൽ നിന്ന് ബിടെക് ആൻഡ് എംടെക് കഴിഞ്ഞ് ഫിലിപ്സിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ വർക്കിൽ പ്രോഗ്രാമിംഗ് തൊട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ വരുന്നുണ്ട്. നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്സ്, പബ്ജി, മൈൻക്രാഫ്റ്റ് പോലുള്ള ഗെയിംസ് സ്നേക്സ് ആൻഡെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഇതെല്ലാം സോഫ്റ്റ്വെയർസ് ആണ്, പ്രോഗ്രാംസ് ആണ്. ഈ അടുത്ത് പോപ്പുലർ ആയ ടേം ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിലുള്ള ഫേസ് ലോക്ക്, എങ്ങോട്ടെങ്കിലും പോകാൻ ഉപയോഗിക്കുന്ന GPS നാവിഗേഷൻ, സ്മാർട്ട് വാച്ചിൽ വരെ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ അടുത്ത കാലത്ത് നിരവധി രാജ്യങ്ങൾ അവരുടെ സ്കൂൾ കരിക്കുലത്തിൽ കോഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ 21ാം നൂറ്റാണ്ടിൽ കോഡിംഗ് ഈസ് എ ഗെയിം ചേഞ്ചർ. ഇറ്റ്സ് എ വെരി ഫണ്ടമെന്റൽ സ്കിൽ. പ്രോബ്ലം സോൾവിംഗ്, ലോജിക്കൽ റീസണിംഗ്, ഇതിലെല്ലാത്തിലും ഹെൽപ്ഫുൾ ആണ് കോഡിംഗ്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, ബിസിനസ്സിൽ വരെ കോഡിംഗ് ഒരു അഡ്വാൻറ്റേജസ് സ്കില്ലാണ്. സോ എക്സാൻഡ്രോയ് ലേണിംഗ് ഒരു വെർച്വൽ കോഡിംഗ് ബൂട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട്. MIT ഉണ്ടാക്കിയ സ്ക്രാച്ച് എന്നൊരു കോഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഗെയിംസ് ആൻഡ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പഠിക്കാം. ടോം ആൻഡ് ജെറി പോലെയുള്ള ചേസിംഗ് ഗെയിംസ്, 2-player ഗെയിംസ്, നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന പിങ് പോങ് ഗെയിം. നിങ്ങൾ പണ്ട് 5ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ പെയിന്റ് എന്നറിയായിരുന്നു. ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അത് കോഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കാം. See you there.